അസ്സലാമു ഇഫ്താർ രുചിക്കൂട്ടിൽ ഇന്നത്തെ നമ്മുടെ വിഭവം എന്താണെന്ന് നോക്കണ്ടേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അൽസയാണ്. ഇത് ട്രഡീഷണൽ മലബാറി സ്പെഷ്യലാണ്. അപ്പോൾ അൽസ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ലോങ് പ്രോസസ്സാണ് ഉണ്ടാക്കാനല്ലേ. നമ്മൾ ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ച് കുറേ സമയം കുതിർക്കാനൊക്കെ വെച്ചിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അൽസയാണ്, ഓട്സ് അൽസ. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1/2 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് തന്നെ ചിക്കനും എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ഉള്ളി, നെയ്യ്, കാഷ്യൂനട്ട്, കിസ്മിസ്, ഗരം മസാല എടുത്തിട്ടുണ്ട്. ഹോൾ ഗരം മസാലയാണ് എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് പാല്, കുറച്ച് ഉപ്പ്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുക്കറിൽ ഓട്സും ചിക്കനും കൂടെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർക്കാം. ഞാനൊരു 1/2 കപ്പും കൂടെ വെള്ളം ചേർക്കുന്നുണ്ട്, കാരണം രണ്ടും നന്നായിട്ട് കുക്കായി വരണമല്ലോ. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ ഈ ഗരം മസാല ഫുൾ ചേർക്കാം. അപ്പം നമ്മളിതിൽ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അൽസ അങ്ങനെയാണല്ലോ, അത്ര വലിയ സ്പൈസി അല്ല. അപ്പോൾ ഇനി നമുക്ക് കുക്കർ മൂടി വെച്ചിട്ട് ഇതൊരു 20 മിനിറ്റ് നന്നായിട്ട് കുക്കായി വരണം. അത് കഴിഞ്ഞിട്ട് ബാക്കി പ്രോസസ്സ് നമുക്ക് നോക്കാം. നമ്മൾ ഓട്സും ചിക്കനും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അത് ചെയ്ത് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ചേർക്കാം. 1 ടേബിൾ സ്പൂണാണ് നെയ്യ് ചേർത്തിരിക്കുന്നത്. നെയ്യിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാം. നമ്മുടെ അൽസയ്ക്ക് ഈ ചെറിയ ഉള്ളിയുടെയും ഈ ഗരം മസാലയുടെയും ഒരു ഫ്ലേവർ മാത്രമായിരിക്കും കിട്ടുക കേട്ടോ. വേറെ സ്പൈസസ് ഒന്നും ചേർക്കരുത്. ഇതിലേക്ക് നമുക്ക് ഈ കാഷ്യൂനട്ട്സും കൂടെ ചേർക്കാം. നമുക്ക് കിസ്മിസും കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കനും ഓട്സും കുക്കായെന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഈ തവ കൊണ്ട് നന്നായിട്ടൊന്ന് ഈ ചിക്കൻ പീസസൊക്കെ ഉണ്ടല്ലോ, അത് ചെറിയ ചെറിയ പീസായിട്ടല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്, അതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ നന്നായിട്ട് മാഷായിട്ട് പോകും. ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം. നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു സെമി ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കണം എന്നല്ലേ പറയുക. കാരണം ആദ്യം തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കരുത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കഞ്ഞി നമ്മൾ എപ്പോഴും ഉണ്ടാക്കുമല്ലേ. അതുകൊണ്ടാണ് ഇത് നമ്മൾ അധികം സ്പൈസസ് ഒന്നും ചേർക്കാണ്ട് മൈൽഡായിട്ടുള്ള സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നത്. പാല് ഞാനൊരു 3/4 കപ്പ് പാലോളം ചേർത്തിട്ടുണ്ട് കേട്ടോ.
നമ്മുടെ അൽസ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങളൊക്കെ ചേർക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ചെറുള്ളി, കാഷ്യൂനട്ടൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഓട്സ് അൽസ റെഡി ആയിട്ടുണ്ട്. എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൊടുക്കാം. ഒരുപാട് സ്പൈസി ആയിട്ടുള്ളതൊന്നുമല്ലല്ലോ. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. പുതിയൊരു വിഭവമായിട്ട് നാളെ വരാം.